നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചെമ്പശ്ശേരി കൊട്ടാരം നിലനിൽക്കുന്നത്. ചെമ്പശ്ശേരി കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്താണ് നിൽക്കുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നാടെങ്ങും ലോകമെങ്ങും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, ശ്രീകൃഷ്ണ ജന്മദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 40-45 കൊല്ലം മുമ്പ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് അവധി പോലും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് അഷ്ടമിരോഹിണി പ്രമാണിച്ച് ചെറു ശോഭായാത്രകളും ഉറിയടികളും ഒക്കെ ഓരോ നാട്ടിലെയും രാജവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ആരംഭിച്ചു. ഇന്നത് ഒരു മൂർത്തിമത് ഭാവത്തിലെത്തി നിൽക്കുകയാണ്. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും വാർഡുകളിലും നിന്ന് പോലും ശോഭായാത്രകൾ പുറപ്പെടുന്നു തൊട്ടടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക്. നമുക്കറിയാം, ശ്രീകൃഷ്ണന് പശുക്കളുമായി ഒരുപാട് ബന്ധമുണ്ട്. ശ്രീകൃഷ്ണാവതാരം ഉണ്ടാകുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിനെ കാണാൻ പോയ കൂട്ടത്തിൽ ഭൂമിദേവി ഗോമാതാവിൻ്റെ വേഷത്തിലാണ് മഹാവിഷ്ണുവിനെ കാണുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണാവതാരത്തിന് കാരണക്കാരിയാണ് നമ്മുടെ ഗോമാതാവ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ വളർന്നു വന്നത് ഗോകുലത്തിലാണ്. ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ഗോപാലകൻ്റെ വേഷത്തിലാണ്. അതിലാണ് ഏറ്റവും തനിമ ശ്രീകൃഷ്ണന് നമുക്കൊക്കെ കാണാൻ പറ്റുന്നത്, ഭക്തി. അതേപോലെ അമ്പലപ്പുഴ അമ്പലം എന്ന് പറയുന്നത് ഒരു ഗോശാലകൃഷ്ണന് വേണ്ടി പ്രതിഷ്ഠിച്ചതാണ്.
പണി കഴിപ്പിച്ചതാണ്. പക്ഷേ പ്രതിഷ്ഠാ സമയത്ത് പ്രതിഷ്ഠാ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലാത്തതിനാൽ മറ്റൊരു പാർത്ഥസാരഥി വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ക്ഷേത്രം കണക്കനുസരിച്ച് തച്ചുശാസ്ത്രപ്രകാരം തന്ത്രശാസ്ത്രപ്രകാരം ഒരു ഗോശാലയാണ്. അപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഗോക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഉച്ചപൂജയ്ക്ക് മുമ്പ് ഗോക്കൾക്ക് ആഹാരം കൊടുത്തോ എന്ന് അന്വേഷിക്കുന്ന ഒരു ചടങ്ങ് മേശാന്തി നേരിട്ട് തന്നെ ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങളുടെയൊക്കെ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി അമ്പലത്തിൽ ഗോപൂജയും ഗോവൂട്ടും നടക്കാറുണ്ട്. കൊടിമരച്ചുവട്ടിൽ ഗോമാതാവിൻ്റെ പ്രതീകം എന്നുള്ള നിലയ്ക്ക് ഒരു പശുവിനെയും കിടാവിനെയും കൊണ്ടുവന്ന് മേശാന്തി വന്ന് ഗോപൂജ നടത്തി അതിന് നവധാന്യങ്ങളും കിളിപ്പിച്ച നവധാന്യങ്ങളും കരിപ്പെട്ടിയും പഴവും ഒക്കെ നിവേദിച്ച് ഗോശാലയിലെ പശുക്കൾക്കെല്ലാം കൊണ്ട് കൊടുക്കുന്ന ചടങ്ങാണ് ഗോവൂട്ട്. അതിന്ന് വളരെ നല്ല രീതിയിൽ ജനപങ്കാളിത്തത്തോടെ നടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി ഉറിയടി അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 10-12 പോയിൻറ്റുകളിൽ ഉറിയടിയുണ്ട്. ഉച്ചയോടുകൂടി ഉറിയടി നടക്കും. അതിനുശേഷം ക്ഷേത്രത്തിൽ എല്ലാവർക്കും പിറന്നാൾ സദ്യയുണ്ട്. അതോടൊപ്പം തന്നെ നങ്ങ്യാർകൂത്തുണ്ട്. വൈകുന്നേരം 12-15 പോയിൻറ്റുകളിൽ നിന്ന് ശോഭായാത്രകൾ കച്ചേരിമുക്കിൽ വന്ന് മഹാശോഭയാത്രയായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. 5:30 മണിക്ക് വയലാർ ശരചന്ദ്രവർമ്മയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് മഹാശോഭായാത്ര. അത് കഴിഞ്ഞ് പിറവി പൂജ, കൃഷ്ണപ്പിറവി പൂജ എന്ന് പറയുന്ന മഹത്തായൊരു ചടങ്ങ് ശ്രീകോവിലിൽ നടക്കും. അത് കഴിഞ്ഞ് ഉണ്ണിയപ്പ നൈവേദ്യമുണ്ട്. 10,000-കണക്കിന് ഉണ്ണിയപ്പമാണ് ഇന്ന് ആളുകൾ ചീട്ടാക്കിയിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ഉണ്ണിയപ്പം എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത 3 ദിവസങ്ങളിൽ കൂടി 28, 30, 2 തീയതികളിൽ ഉണ്ണിയപ്പം നിവേദിച്ച് ചീട്ടാക്കിയവർക്കെല്ലാം കൊടുക്കുന്ന ഒരു സംവിധാനം വർഷങ്ങളായി അമ്പലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അമ്പലപ്പുഴ അക്ഷരാർത്ഥത്തിൽ ഒരു അമ്പാടി അല്ലെങ്കിൽ ഒരു ഗോകുലം അല്ലെങ്കിൽ ഒരു ദ്വാരക ഒക്കെയായി മാറുന്ന കാഴ്ചയാണ്. എല്ലാ നാട്ടുകാരെയും അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളുടെ കുട്ടികളെ, ആൺകുട്ടികളാണെങ്കിൽ ശ്രീകൃഷ്ണവേഷവും പെൺകുട്ടികളാണെങ്കിൽ രാഗിണി രുക്മിണി വേഷം കെട്ടി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നതിനും ആ ഒരു കൃഷ്ണൻ്റെ ലീലകൾ കണ്ട് നമ്മുടെ മക്കളിലൂടെ കണ്ട് ആസ്വദിക്കുന്നതിനും ഭക്തിയിൽ ആറാടുന്നതിനും എല്ലാവരെയും അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്.